എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ അലീന അബ്രഹാം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കുഞ്ഞുങ്ങളിലെ വിരശല്യം എങ്ങനെ തിരിച്ചറിയാം. വിരശല്യമുള്ള കുഞ്ഞുങ്ങളിൽ വയറ് ഭയങ്കര വേദനയായിരിക്കാം. അവരുടെ വേദന കൊണ്ട് രാത്രി കരച്ചിലുണ്ടായിരിക്കും. അതുപോലെ വയറ് വീർത്തിരിക്കാം. ചില സമയത്ത് അവർക്ക് മലദ്വാരത്തിന് ചുറ്റും ഒരു ചൊറിച്ചിലുണ്ടാകാം. മലം പോകുന്ന സമയത്ത് നേരത്തെ നൂല് പോലെ കൃമീനെ കാണപ്പെടാം. ഭാരം വയ്ക്കാതെ ഇരിക്കാം. ചില സമയത്ത് അവർക്ക് വിശപ്പ് കൂടുതലായിരിക്കാം, ചിലപ്പോൾ വിശപ്പ് ഇല്ലാണ്ടിരിക്കാം. ഇതൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. പലപ്പോഴും പാരൻസിനുള്ള വലിയൊരു ഡൗട്ടാണ് വിരശല്യത്തിന് മരുന്ന് കഴിച്ചിട്ടും വീണ്ടും എന്തുകൊണ്ടാണ് ഇത് റീ ഒക്കർ ചെയ്യണേ എന്നുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ മാത്രം പോരാ, നമുക്കൊരു പേഴ്സണൽ ഹൈജീനും കൂടി ഉണ്ടായിരിക്കണം ഇത് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കാനായിട്ട്. പൊതുവേ രാത്രിയിൽ ഉണ്ടാകുന്ന കൃമി എന്ന് പറയുന്നത് പിൻവേംസ് ആയിരിക്കാം. അപ്പോൾ അവ അതിൻ്റെ ടെയിൽ എൻഡ് വെച്ചിട്ട് മലദ്വാരത്തിന് ചുറ്റും ഹോൾസ് ഉണ്ടാക്കിയിട്ടായിരിക്കും എക്സ് ലേ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കുഞ്ഞുങ്ങൾ ചൊറിയുന്ന സമയത്ത് അവരുടെ വിരലിൽ ഇത് പറ്റിപ്പിടിക്കുകയും പിന്നീട് അത് വായിലേക്ക് പോവുകയും ചെയ്യും. സോ ഇതൊരു സൈക്കിളായിട്ട് ഒരു പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ മെഡിസിൻ എടുത്തിട്ടും ഇതിനൊരു പൂർണ്ണമായിട്ട് ഒരു ശാന്തി കിട്ടാത്തത്. സോ കുഞ്ഞുങ്ങളുടെ നെയിൽസ് വെട്ടി വൃത്തിയായി സൂക്ഷിക്കണം. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് സോപ്പിട്ട് ഹാൻഡ് വാഷ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അവരെ അത് ശീലിപ്പിക്കണം. അതുപോലെ ഫുഡിന് മുമ്പും അവർ കൃത്യമായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ അവരുടെ അണ്ടർ ഗാർമെന്റ്സ് ഡെയിലി ചേഞ്ച് ചെയ്യണം. കുട്ടികളെ വൃത്തിയായിട്ട് കുളിപ്പിക്കണം. ബെഡ്ഷീറ്റ്സ് വീക്ക്ലി 2 times എന്തായാലും മാറ്റണം. ബെഡ്ഷീറ്റ്സ്, പില്ലോ, അതൊക്കെ. അതുപോലെ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ വീട്ടിലെല്ലാവരും ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ വിരശല്യമുള്ള കുട്ടിയുടെ ഡ്രസ്സ് മറ്റ് ഗാർമെന്റ്സ് അല്ലെങ്കിൽ മറ്റ് ഡ്രസ്സിന്റെ കൂടെ വാഷ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ വീട്ടിൽ ഡോഗ്സ്, കാറ്റൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡിവോമിങ് ചെയ്യണം. സ്റ്റേ ഹെൽത്തി.